ലോകത്തെ ഭീതിയിലാക്കിയുള്ള ഇസ്രായേൽ ഇറാൻ സംഘർഷം അത് രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് ഇറാനും കനത്ത തിരിച്ചടി നൽകി. ടെൽ-അവീവിലും ജെറുസലേമിലും ഒക്കെ സ്ഫോടനങ്ങൾ നടന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. മരണം അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ പാർപ്പിട കേന്ദ്രങ്ങളിലേക്ക് മിസൈലുകൾ പതിച്ചതായ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമുക്ക് ചോദിക്കാം, ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണെന്ന് വിശദമായി പറയാൻ അഗസ്റ്റ് സെബാസ്റ്റ്യനുണ്ട്. നമുക്കിപ്പം സെബാനെ, ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ഇപ്പോൾ എന്താണ് ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ? സേതു, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇറാൻ ഇസ്രായേലിലേക്ക് നിരവധി മിസൈലുകൾ അയച്ചു. നേരത്തെ ഇന്നലെ പുലർച്ചെയും ഇന്നലെ രാത്രിയുമായി ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾക്ക് മറുപടി എന്നോണം നൂറുകണക്കിന് മിസൈലുകളാണ് ടെൽ-അവീവിലും ജെറുസലേമിലേക്കുമായിട്ട് ഇറാൻ അയച്ചത്. ഇതിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്കാണ് മിസൈൽ പതിച്ചിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഇറാൻ്റെ മീഡിയയും ഇറാൻ്റെ ഔദ്യോഗിക മാധ്യമങ്ങളും ഇറാൻ്റെ സൈനിക സഖ്യങ്ങളായ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസിൻ്റെ മാധ്യമങ്ങളുമൊക്കെ തന്നെ ഇക്കാര്യത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രയേലും ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നു. 14 ആളുകൾ ഇപ്പോൾ ഇസ്രയേൽ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. നിരവധി ആളുകൾക്ക് ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് ഇറാൻ മാധ്യമത്തിനെയും അവകാശപ്പെടുന്നത്. നേരത്തെ ഇപ്പോൾ വീണ്ടും ഇസ്രയേലിൽ വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് കൂടുതൽ മിസൈലുകൾ വർഷം തന്നെയാണ് വരാൻ പോകുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇറാനെ ഇസ്രായേൽ പ്രതീക്ഷിച്ചതുപോലെ ദുർബലപ്പെടുത്താൻ കഴിഞ്ഞു എന്ന ചോദ്യം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇന്നലെ പുലർച്ചെ നിരവധി കേന്ദ്രങ്ങളിൽ, ആണവ കേന്ദ്രങ്ങളും സൈനികോദ്യോഗസ്ഥരുടെ കേന്ദ്രങ്ങളും ആണവ ശാസ്ത്രജ്ഞരുടെ വസതികളുമൊക്കെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ വൈകുന്നേരവും വേവ് ഓഫ് അറ്റാക്സ്, അതായത് ആക്രമണ പരമ്പര തന്നെയാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത്. ഈ ആക്രമണത്തിൽ അവരുടെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങളിലേക്കൊക്കെ തന്നെ ആക്രമണമുണ്ടായി. ഇന്ന് പുലർച്ചെ ഉണ്ടായത് ഇസ്ഫഹാൻ ആണവ കേന്ദ്രത്തിലേക്കാണ്. അതായത് നേരത്തെ തന്നെ ഇന്നലെ രാത്രിയോടെ ഇസ്രായേൽ നടത്തിയ ആക്രമണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർദോ എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിലേക്കാണ്. അതിൻ്റെ പ്രാധാന്യം എന്നത് അത് ടെഹ്റാൻ്റെ അടുത്ത് ഖോം നഗരത്തിനടുത്തായിട്ട് ഫോർദോ എന്ന് പറയുന്ന അങ്ങേയറ്റം സുരക്ഷയുള്ള, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് എല്ലാ അർത്ഥത്തിലും വിലയിരുത്തപ്പെട്ട ഒരു ആണവ കേന്ദ്രമാണ്. ഇത് സംബന്ധിച്ചാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അടക്കം IAEA അടക്കം മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ഇവിടെ വെച്ച് യുറേനിയം സമ്പുഷ്ടീകരണം, ഒരു വെപ്പൺ ഗ്രേഡ് യുറേനിയം സമ്പുഷ്ടീകരണം ഇറാൻ സാധ്യമാക്കി കഴിഞ്ഞു. ഒരു ആണവ ബോംബ് ഉണ്ടാക്കുന്നതിൽ അത് ദിവസങ്ങൾ മാത്രം അകലെയാണ് നിൽക്കുന്നത് എന്ന് സംബന്ധിച്ച് സെബാനെ, ഞാൻ സെബാനിലേക്ക് മടങ്ങി വരാം.